ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മൈ ലിറ്റിൽ ഫാഷൻ തോട്ട്സിന്റെ ലഞ്ച് ബാഗുകളാണ് ഇന്ന് നമ്മൾ അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ എംബ്രോയിഡറി ചെയ്ത ലഞ്ച് ബാഗുകളും ഉണ്ട്. നെയിം നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് ചെയ്യണമെങ്കിൽ അതും അങ്ങനെയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ ഓൾറെഡി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെ തീർച്ചയായും കാണുക. അപ്പോൾ ഈ വരുന്ന ലഞ്ച് ബാഗുകളുടെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലൈറ്റ് ബ്രൗൺ, മിലിറ്ററി ഗ്രീൻ, നേവി ബ്ലൂ, ഡാർക്ക് ബ്രൗൺ, മെറൂൺ, ബ്ലാക്ക്, ലൈറ്റ് ബ്ലൂ. അപ്പോൾ ഡാർക്ക് കളേഴ്സിലും ലൈറ്റ് കളേഴ്സിലും ആയിട്ടാണ് നമ്മൾ ലഞ്ച് ബാഗുകൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജീൻസിന്റെ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വാഷബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതിന്റെ സ്ട്രാപ്പ് വന്നേക്കുന്നത് നൈലോൺ ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രാപ്പുകൾ ചെയ്തേക്കുന്നത്. പിന്നെ 2 സിബ്, ഡബിൾ സിബ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. ഡബിൾ സിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു ഡബിൾ സിബാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരു സിബ് നമുക്ക് മോശമായി പോയാലും അടുത്ത സിബ് നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. എംബ്രോയിഡറി ഫ്ലോറൽ വർക്ക് ചെയ്ത ഒരു ടിഫിൻ ലഞ്ച് ബാഗ് ആണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിന്റെ മറ്റുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അലൂമിനിയം ഫോയിൽ കവേർഡ് ആണെന്നുള്ളതാണ്. അപ്പൊ ചില ആൾക്കാര് നമ്മളോട് ചോദിച്ചായിരുന്നു, അലൂമിനിയം ഫോയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡിന്റെ ആ ഒരു റാപ്പല്ലേ എല്ലാവരും ഉദ്ദേശിക്കുന്നത്, അപ്പൊ അത് പൊട്ടിപ്പോകില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നായിരുന്നു. അപ്പൊ അലൂമിനിയം ഫോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാഗുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ചൂട് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചും ലഞ്ച് ബാഗുകൾ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള അലൂമിനിയം ഫോയിൽസ്. അപ്പൊ ഇതാണ് ആ അലൂമിനിയം ഫോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂട്ടുകാർക്ക് ക്യാമറയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിങ്ങനെ കുറച്ച് കണ്ടില്ലേ, വളരെ ഒരു കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ്. അതുമല്ല ഇതിന്റെ ഉള്ളിൽ 2 അലൂമിനിയം ഷീറ്റ് വന്നിട്ട് നടുക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഈ ബബിൾസ് ഇല്ലേ, അതിന്റെ റാപ്പ് ഉണ്ടല്ലോ, അപ്പൊ അത് അതിന്റെ ഉള്ളിൽ നമ്മൾ ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതാ. ഇതിങ്ങനെ 2 ഫോയിൽസ് ഉണ്ട്. അതിനുള്ളിൽ ഇതാ പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു ബബിൾ, നമുക്കിതാ ഈ ബബിൾസ് ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ? അങ്ങനെ ചെയ്തേക്കുന്ന നല്ല കട്ടിയുള്ള ഇത് കണ്ടില്ലേ, നമ്മളിതാ ഇങ്ങനെ ഹോൾഡ് ചെയ്തും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും കീറുന്നൊന്നുമില്ല. ഇതാ നല്ല ശക്തിയിൽ നമ്മൾ വലിക്കുന്നുണ്ട്, കണ്ടോ? കീറുന്ന ഒരു മെറ്റീരിയൽ അല്ല ഇത്. അപ്പൊ ഇങ്ങനെയുള്ള അലൂമിനിയം ഫോയിൽസ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് അത്യാവശ്യം ചൂട് ആറാതെ ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതാണ് ഈ ലഞ്ച് ബാഗുകളുടെ മറ്റൊരു പ്രത്യേകത, ചൂട് നിലനിൽക്കും എന്നുള്ളതാണ്. അലൂമിനിയം ഫോയിൽ കവേർഡ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റും വിഡ്ത്തുമാണ്. ഹൈറ്റില് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുപ്പി, നമ്മുടെ വെള്ളം നമുക്ക് ഇതില് കൊണ്ടുപോകാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ ഇത് ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ലഞ്ച് ബാഗ് ആണ്. ഉറപ്പായിട്ടും ഇത് വാഷ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് എന്നുള്ളതാണ് ഞാൻ അലൂമിനിയം ഫോയിൽ മടക്കി ഒക്കെ കാണിച്ചു തന്നത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ കുട്ടികളുടെ പേരോ ഡിവിഷനോ ക്ലാസ്സോ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ എംബ്രോയിഡറി ചെയ്ത് കസ്റ്റം മെയ്ഡ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതൊന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ 8078982991 എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് രണ്ട് ഒരു വള്ളി നമ്മൾ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് സ്റ്റോർ ചെയ്ത എന്ന് വെച്ചാൽ ഹാങ് ചെയ്യുമ്പോൾ വെയിറ്റ് താങ്ങുന്ന രീതിയിലാണ്. കാരണം നമ്മൾ ഇവിടെ തൊട്ടേ അത് സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഫ്രണ്ടിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ഫുൾ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്താണ് പോയേക്കുന്നത്. അതുപോലെ തന്നെ ഡബിൾ സിബ് വെച്ചിട്ടുണ്ട്. അലൂമിനിയം ഫോയിൽ കണ്ടോ, ഉള്ളിലെ കമ്പാർട്ട്മെന്റ് മുഴുവൻ അലൂമിനിയം ഫോയിൽ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അടിവശം നമ്മൾ സ്ക്വയർ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഇഞ്ച് നമ്മൾ കണക്കാക്കുവാണെങ്കിൽ ഹൈറ്റ് വരുന്നത് ഒരു 10.5 ഇഞ്ച്, 11 ഇഞ്ചോളം വരുന്നുണ്ട്. പ്ലസ് വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. പക്ഷെ ഒരു സ്പേസ് എന്ന് പറയുന്നത് മുകളിലും ഇതുപോലെ തന്നെ സ്ക്വയർ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഒരു ബോക്സ് മോഡൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അത്യാവശ്യം എല്ലാ ലഞ്ച് ബാഗുകളും കയറുന്ന സൈസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഹൈറ്റ് മാത്രം കുറച്ച് കൂടുതലുണ്ട്, അതായത് 11
ഇഞ്ചസ് വരുന്നുണ്ട്. അത് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഒരു ലോങ് ഒരു പ്രൊഡക്റ്റ് ആക്കി അത് മാറ്റിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പോൾ അറിയാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഒന്ന് വാട്സപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയ പുതിയ പ്രൊഡക്ട്സും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.